നമസ്കാരം. ഡോക്ടേഴ്സ് ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തിടെ മാധ്യമങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിന്നൊരു വാർത്തയാണ് ആൽക്കഹോൾ വിത്ഡ്രോവൽ. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മദ്യം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മദ്യപാനശീലം നിർത്തുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെയാണ് ആൽക്കഹോൾ വിത്ഡ്രോവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അമിത മദ്യപാനികളിൽ മദ്യപാനം നിർത്തുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളെ പറ്റിയും അതിനുള്ള ചികിത്സയെ പറ്റിയുമാണ്. കൂടാതെ കൗമാരക്കാരിലെ ലഹരി ഉപയോഗത്തെ പറ്റിയും അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നതിനെ പറ്റിയുമാണ്. ഇന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത് ഡോക്ടർ ഷമീനയാണ്. ആറാട്ടുപുഴ ഗവൺമെൻറ് ഫിഷറീസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ശരിക്കും എന്താണ് ഈ ആൽക്കഹോൾ വിത്ഡ്രോവൽ എന്ന് പറഞ്ഞാൽ? ഒരാൾ എപ്പോഴാണ് ആൽക്കഹോൾ അടിമയാണ് എന്ന് പറയാൻ പറ്റുന്നത്? ആൽക്കഹോൾ എന്ന് പറയുന്നത്, അതായത് മദ്യം എന്ന് പറയുന്നത് ഒരു ലഹരി വസ്തുവാണ്. അപ്പം മദ്യം മാത്രമല്ല, എല്ലാ ലഹരി വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ കയറി അത് നമ്മുടെ തലച്ചോറിൽ കുറേ രാസപരിണാമങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതിനൊരു അടിമപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതില്ലാതെ നമുക്ക് പറ്റൂല എന്നൊരവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കളോട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മദ്യത്തിനോട് നമ്മൾ അടിമപ്പെട്ടുവോ എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായിട്ടും 6 ലക്ഷണങ്ങളാണ് ഉള്ളത്. അപ്പം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ 6 ലക്ഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 ലക്ഷണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാം അയാൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്നുള്ളത്. ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ മദ്യത്തോട് അമിതമായിട്ടുള്ള ആസക്തി. അതായത് അയാൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അയാൾക്ക് മദ്യപിക്കണം എന്നുള്ള ആ ചിന്തയാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ ജോലിൻ്റെ ഇടയിലായാലും ജോലി തീരാനും ആവുമ്പോഴത്തേനും ഒക്കെ അയാൾക്ക് മദ്യപിക്കണം എന്നുള്ള ആ ചിന്ത അയാൾക്ക് കൂടിക്കൂടി വരുന്നു. അതാണ് ഈ മദ്യത്തോട് നമ്മൾ കൂടുതലായിട്ടുള്ള ആസക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ, ഈ ആസക്തി ഉണ്ടെങ്കിൽ, ഇത് മദ്യത്തിനോടുള്ള അടിമപ്പെട്ടു എന്നുള്ളതിന് ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അതായത് ഒന്നെങ്കിൽ അതിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ കഴിക്കുന്നതിൻ്റെ സമയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ അയാൾ ഇന്ന് വെറും 60 ml മാത്രം കുടിച്ച് നിർത്താം എന്ന് കരുതി അയാൾ മദ്യപിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അയാൾക്ക് ആ ഒരു അതിര് വിട്ട് ആ ഒരു ലെവലും കഴിഞ്ഞ് അയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അതിൻ്റെ അളവ് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ സമയത്തിൻ്റെ കാര്യമായാലും അയാൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇന്ന് മദ്യപിച്ച് നിർത്തണം, വേറെ എന്തോ പണി അയാൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷേ സമയം മദ്യപിച്ച് തുടങ്ങി കുറേ കഴിയുമ്പോഴത്തേനും അയാൾ ഉദ്ദേശിച്ച സമയത്ത് നിർത്താൻ പറ്റാതെ അയാൾ കുറേ മദ്യപിച്ച് അയാൾ ബോധം കെട്ട് വീഴുന്ന ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു, അതായത് മദ്യത്തിൻ്റെ അളവോ അല്ലെങ്കിൽ കുടിക്കുന്ന സമയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരാൾ മദ്യപിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് അതിലൊരു തൃപ്തിയും സന്തോഷം, കുറേ ആഹ്ലാദ അനുഭൂതികൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് കൊണ്ടാണ് ഇയാൾ വീണ്ടും പിന്നെയും മദ്യപിക്കാൻ ഇയാൾക്കൊരു തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഇയാൾ 60 ml മദ്യപിക്കുമ്പോൾ തന്നെ, അത്ര അളവ് മദ്യപിക്കുമ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ഈ എഫക്റ്റൊക്കെ കിട്ടും, ഇയാൾക്കൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷേ ക്രമേണ ഈ അളവിൽ ഇയാൾക്ക് ആ പറയുന്ന ആഹ്ലാദ അനുഭൂതിയൊക്കെ കിട്ടാതെ പോകുന്നു. അപ്പോൾ ക്രമേണ ഇയാൾ ഈ അളവ് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനെ നമ്മൾ ടോളറൻസ് എന്ന് പറയും. അതായത് നമ്മൾ ആദ്യം കുടിക്കുന്ന അളവ് അയാൾക്ക് എങ്ങും എത്താതെ അയാൾ അതിൻ്റെ അളവ് കൂട്ടി പോകുന്നു. ഈ ഒരു അവസ്ഥയെ മൂന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നു, ഈ ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ക്രമേണ അയാൾ കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടി കൊണ്ടുപോകുന്ന ആ ഒരവസ്ഥ. നാലാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ പിൻവാങ്ങൽ ലക്ഷണം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് എന്നും മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് അയാൾക്ക് മദ്യം കിട്ടാതെ വരുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന കുറേ ലക്ഷണങ്ങൾ, അതാണ് ഈ വിത്ഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നും വൈകിട്ട് കുടിക്കുന്ന ഒരാളായിരിക്കും.
അയാൾക്ക് അന്ന് വൈകുന്നേരം അയാൾ മദ്യപിക്കാനായി പറ്റുന്നില്ല. അപ്പോൾ അന്ന് രാത്രി അയാളുടെ ഉറക്കത്തിനായൊക്കെ തടസ്സമുണ്ടാകുന്നു, ഉറക്കത്തിനായൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേനും അയാളുടെ കയ്യിൽ ചെറിയ വിറവലൊക്കെ കാണുന്നു. പിന്നെ ഇതുകൂടാതെ അയാൾക്ക് കൂടുതലായിട്ടുള്ള നെഞ്ചിടിപ്പ്, ഒരു വെപ്രാളം, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു അസ്വസ്ഥത അയാൾ പ്രകടിപ്പിക്കുന്നു. ഇത് ഒരു പിൻവാങ്ങൽ ലക്ഷണത്തിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഇനി ചിലപ്പോൾ ഇത് മിക്കവാറും 6, അതായത് നിർത്തിക്കഴിഞ്ഞ് 6 മണിക്കൂർ ടു 72 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ ഒരാൾ പ്രകടമാക്കും, എന്നും മദ്യപിക്കുന്ന ഒരാൾ. ഇത് കൂടി എത്തുമ്പോഴത്തേനാണ് നമുക്ക് വേറെ ചില സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണിക്കും. അതായത് അപസ്മാരത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ കാണിക്കും. അതായത് പെട്ടെന്ന് അയാൾ മറിഞ്ഞു വീഴുക, അല്ലെങ്കിൽ കൈ കാലിട്ടടിക്കുക, വായിൽ നിന്ന് അരിയും പതയും വരിക, അങ്ങനെ ആ ഒരു സ്റ്റേറ്റിലേക്ക് അയാൾ പോകും. പിന്നെ ഇത് കൂടാതെ വേറെ ഒരു ലക്ഷണം കൂടിയുണ്ട്. അതായത് സ്ഥലകാല ബോധമില്ലായ്ക വരിക, അപ്പോൾ ദേഹമാസകലം വിറവുക. ഇതിനെ നമ്മൾ ഡെലീറിയം ട്രെമൻസ് എന്ന് പറയും. അപ്പം ഈ ഒരു അവസ്ഥ, സ്ഥലകാല ബോധമില്ല എന്ന് വെച്ചാൽ അയാൾ നിൽക്കുന്നത് വീട്ടിലാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അയാൾക്ക് ശരിക്കും അത് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സമയം ഇത് രാവിലെയാണോ ഉച്ചയാണോ വൈകിട്ടാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതായത് ഭാര്യയാണോ അല്ലെങ്കിൽ ഭാര്യയാൾ വേറെ വല്ല പേരിലായിരിക്കും വിളിക്കുന്നത്. അതായത് ആ സ്ഥലകാല ബോധമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതിനെ നമ്മൾ ഡെലീറിയം ട്രെമൻസ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് കുറേയും കൂടി കഴിയുമ്പോൾ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ആവുമ്പോഴത്തേനും കണ്ടുവരുന്ന സിംറ്റംസാണ് ഈ ഡെലീറിയം ട്രെമൻസും കൂടെ ഉള്ളത്. ഇനി 5ാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരാൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ നമ്മൾക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ചിലപ്പോൾ പാട്ട് കേൾക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ. പക്ഷേ ഈ കൂട്ടർക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്യുമ്പോൾ, അയാൾ നോർമലി ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷം കിട്ടിയ കുറേ കാര്യങ്ങൾ അയാൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു. അതായത് ഇപ്പോൾ ടി വി കാണുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേനോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്തിരിക്കുമ്പോഴത്തേനോ അയാൾക്ക് അതായത് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ. ഇതാണ് 5ാമത്തെ ലക്ഷണം. 6ാമത്തെ ലക്ഷണം ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരാൾ മദ്യപിക്കുമ്പോൾ അയാൾക്ക് അറിയാം ഇത് അയാളുടെ ശാരീരികമായും മാനസികമായും ഇയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിയാം. എന്നിട്ട് പോലും അയാൾ ഇതിൽ നിന്ന് പിൻവാങ്ങാതെ മദ്യപാനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ 6 ലക്ഷണങ്ങൾ. ഈ 6 ലക്ഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 ലക്ഷണങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അയാൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അയാൾ മദ്യത്തിന് അടിമപ്പെട്ട ഒരാളാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എപ്പോഴാണ് ഒരാൾ മദ്യത്തിന് അടിമപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് പ്രായക്കാരിലാണ് അത് കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്നത്? നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം 10 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികൾ എന്ന് പറയും. 10 തൊട്ട് 19 വയസ്സുള്ള ആ കൂട്ടരെ നമ്മൾ അഡോളസെൻ്റ് അല്ലെങ്കിൽ കൗമാരക്കാരെന്ന് പറയും. അപ്പോൾ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളുടെ പ്രായം തീരുമ്പോഴും പിന്നെ ഈ കൗമാരത്തിലോട്ട് പോകുന്ന ആ ഒരു പ്രായക്കാരിലാണ് കൂടുതലായിട്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോഴാണ് തുടങ്ങുന്നത്. മദ്യത്തിൻ്റെ കാര്യമായാൽ കൂടുതലായിട്ട് ഈ 13-14 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ ആൾക്കാരും മദ്യപാനം തുടങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നും മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യപാനം നിർത്തുകയാണെങ്കിൽ അതിലെന്തെങ്കിലും വിപരീത ഫലങ്ങൾ ഉണ്ടാകുമോ? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 6 ലക്ഷണങ്ങൾ. അതിൽ 4ാമത്തെ ലക്ഷണങ്ങൾ, അതായത് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞാണ് ഡെലീറിയം ട്രെമൻസും പിന്നെ സീഷർ, അതായത് അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഇത് രണ്ടും വളരെ അപകടം ഉള്ളൊരു കാര്യമാണ്. കാരണം ഒരാൾ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നാൽ അത് മരണം വരെ സംഭവിക്കാനുള്ള അപകടം അതിലുണ്ട്. അതുപോലെ തന്നെ ഈ ഡെലീറിയം ട്രെമൻസ്, അതായത് സ്ഥലകാല ബോധം ഇല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത്
ചിലപ്പോൾ അതിൻ്റെ കൂടെ അയാൾക്ക് കുറേ ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ വരും. അതായത് സൈക്കോട്ടിക് സിംറ്റംസ്, ഈ ഹാലൂസിനേഷൻസ്, അതായത് അശരീരി പോലെ ശബ്ദങ്ങൾ, ഭയപ്പെടുത്തുന്ന ചിലപ്പോൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അയാൾ കൂടുതലായി ഭയപ്പെട്ട അയാൾ അത് റിയാക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുക, അല്ലെങ്കിൽ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുക, ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് വരെ അവർ ശ്രമിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വളരെ അപകടമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. അത് എന്ന് വെച്ചാൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മളതിന് പ്രാധാന്യം കൊടുക്കണം. ആ ഒരു അവസ്ഥയിൽ ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിറ്റായ സമയത്തായാൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ വിഡ്രോവൽ സിംറ്റംസ്, അതായത് ഡെലീരിയം ട്രെമൻസ് കാണിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ബോർഡ് വിട്ടു പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അപകടം കൂടുതലുള്ള കാര്യങ്ങളാണിത്. ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു ശീലമാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരം എന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? അതായത് മദ്യത്തിന് അടിമപ്പെടുക എന്ന് പറയുന്നത് അതൊരു മനോരോഗം തന്നെയാണ്. തീർച്ചയായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് വെച്ചാൽ 2 ഘട്ടമായിട്ടാണുള്ളത്. ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, വിഡ്രോവൽ സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ, ചിലപ്പോൾ കരളിനെ ബാധിച്ച പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അയാൾക്ക് വയറ്റിലുള്ള പുകച്ചിൽ, അതായത് വേറെ ശാരീരിക അസ്വസ്ഥതകളും കൂടി നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഒരു 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് മൊത്തമായിട്ടും പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ആസക്തി വിരുദ്ധ മരുന്നുകൾ കൊടുക്കും. ഈ ആസക്തി, അതായത് മദ്യത്തിനോടുള്ള കൂടുതലായിട്ടുള്ള ആസക്തി കുറയ്ക്കാനുള്ള ഘട്ടമാണ് രണ്ടാമത്. അതിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയും. കാരണം ഈ നമ്മൾ ആദ്യത്തെ ഈ പിൻവാങ്ങൽ ലക്ഷണത്തിൻ്റെ സമയത്ത് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും. അതിന് തിരിച്ച് ആ വ്യക്തി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പല പ്രലോഭനങ്ങളും ഉള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അദ്ദേഹം മദ്യപിക്കാനുള്ള സാധ്യത ഏറെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസക്തി കുറക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൽ മരുന്നുകൾ കൊടുക്കാം. അതിൽ ചില മരുന്നുണ്ട്, ഡൈസൾഫിറാം എന്ന് പറഞ്ഞ മരുന്ന്. ഈ മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് കഴിഞ്ഞ് മദ്യപിച്ചാൽ അയാൾക്ക് ശരീര അസ്വസ്ഥതകളും ഛർദിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ, നെഞ്ചിടിപ്പ് കൂടുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ ഈ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ അറിവോടെ തന്നെ വേണം കൊടുക്കാൻ. ഒരിക്കലും നമ്മളിത് അറിയാതെ കൊടുക്കാൻ പറ്റിയൊരു മരുന്നല്ല. അതായത് ഇന്ന മരുന്ന് നിങ്ങൾ കഴിച്ചിട്ട് മദ്യപിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും, നിങ്ങൾക്ക് ഛർദിക്കും, അമിതമായ ബുദ്ധിമുട്ടും, നെഞ്ചിടിപ്പും, BP കൂടും, ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് അവരുടെ അറിവോടെ കൊടുക്കേണ്ട മരുന്നാണ് ഈ ഡൈസൾഫിറാം പോലത്തെ മരുന്നുകൾ. പിന്നെ വേറൊരു ചികിത്സാ രീതി എന്ന് വെച്ചാൽ ആസക്തി വിരുദ്ധ മരുന്നുകൾ, അതായത് ഈ ക്രേവിങ് നമ്മൾ കുറക്കാൻ ആൻറ്റി ക്രേവിങ് ഡ്രഗ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നുമില്ല. അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു 6 അല്ലെങ്കിൽ 9 മാസം വരെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 1 മാസം വരെ ഡോക്ടറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് വന്ന് മരുന്നൊക്കെ കഴിക്കും. അപ്പോൾ 1 മാസം വരെ ആൾ മദ്യപിക്കാതിരിക്കും. പിന്നെ ആ വ്യക്തിക്കൊരു തോന്നലുണ്ടാവും, ഇനിയിപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യും, എന്നെക്കൊണ്ടിപ്പോൾ പറ്റും, ഞാനിപ്പോൾ 1 മാസത്തോളം മദ്യപിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഡോക്ടറെ കാണാതിരിക്കും. പക്ഷെ അത് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രോസസ്സ് നമ്മുടെ തലച്ചോറ് അത് അഡ്ജസ്റ്റായി വരണമെങ്കിൽ ഒരു മിനിമം 6-9 മാസമെങ്കിലും കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ വീണ്ടും ആ വ്യക്തി പ്രലോഭനങ്ങളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ 6 to 9 months തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പേഷ്യൻസിനോട് ഇത് നമ്മൾ ചർച്ച ചെയ്യണം. ആദ്യത്തെ ടൈപ്പ് മരുന്ന് നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ ഈ ടൈപ്പ് മരുന്ന് വേണോ എന്ന് ചർച്ച ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ മനഃശാസ്ത്ര ചികിത്സകളും ചെയ്യും. അതായത് മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി, അതായത് ഇതിൻ്റെ ഭവിഷ്യത്തുകളും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യും. ഇതുകൂടാതെ നമ്മൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടെ, അതായത് ഫാമിലി തെറാപ്പി, എങ്ങനെ നമ്മളിത് ഓവർകം ചെയ്യും, നമ്മൾ ഏത് സമയം ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് വശങ്ങളും കൂടി അവരുടെ അടുത്ത ബന്ധുക്കൾ കൂടെ താമസിക്കുന്നവർക്ക് നമ്മൾ ഒരു തെറാപ്പി പോലായിട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ അടങ്ങുന്നതാണ് ചികിത്സാ രീതി. അപ്പോൾ ഇതൊക്കെ ശരിക്കും
ചെയ്താൽ ഈ അസുഖം, അതായത് മദ്യത്തിന് അടിമപ്പെടുന്ന ഈ പ്രശ്നം നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. മദ്യമല്ലാതെ ബാക്കി വേറെ ഏതൊക്കെ വസ്തുക്കളാണ്, ലഹരി വസ്തുക്കളാണ് കൂടുതലായിട്ടുള്ളത്? കൂടുതലായിട്ട് ആദ്യം നമ്മൾ മദ്യമാണ് എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നതും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും. അപ്പോൾ ലഹരി വസ്തുക്കളെന്ന് പറയുമ്പം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചായ, കോഫി ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കെഫീൻ, അതും ഒരു തരത്തിലുള്ള ലഹരിയാണ്. അത് അമിതമായി കഴിഞ്ഞാൽ അതും നമുക്ക് ലഹരിയാണെന്ന് പറയാം. പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് പാൻ മസാല, അതിലൊക്കെ കാണുന്നത് അതും ഒരു തരം ലഹരിയാണ്. പിന്നെ അതുപോലെ പുകവലി, നിക്കോട്ടിൻ അതും ലഹരിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് കഞ്ചാവിൻ്റെ ഉപയോഗം ഇപ്പോൾ വളരെയേറെ കൂടിക്കൊണ്ട് വരുന്നു. പ്രത്യേകം കൗമാരക്കാരിൽ ഇത് കൂടിക്കൊണ്ട് വരുന്നു. ഇതിൻ്റെ പിറകിൽ വേറെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് കഞ്ചാവ് ഉള്ളിൽ ചെന്നാൽ നമ്മുടെ കഴിവുകൾ പുറത്തു വരും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. പിന്നെ മറ്റേ മാധ്യമങ്ങളിലൊക്കെ ഉള്ള അതിൻ്റെ ഒരു സ്വാധീനം, ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ കഞ്ചാവ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണപ്പെടുന്നു. ഇതിൻ്റെ കൂടാതെ നമ്മുടെ ഇഞ്ചക്ഷൻ വഴി നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്ന കുറേ ഇതുണ്ട്, ഡ്രഗ്സ്, അതും നമുക്കൊരു ലഹരി വസ്തുക്കൾ തന്നെയാണ്. അതുപോലെ പശ മണക്കൽ അല്ലെങ്കിൽ വൈറ്റ്നർ മണക്കുക, ഇതൊക്കെ ഈ ലഹരി വസ്തുക്കളുടെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് മദ്യമായിരുന്നു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കൗമാരക്കാരിൽ കൂടുതലായിട്ട് കഞ്ചാവിൻ്റെ ഉപയോഗം കൂടി വരുന്നു. പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളുടെ, ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും. ഡോക്ടർ പറഞ്ഞ ഈ ലഹരി വസ്തുക്കളില്ലേ, അത് കൂടുതലായും കൗമാരക്കാരിലല്ലേ കൂടുതലും കാണപ്പെടുന്നത്? എങ്ങനെയാണ് ഈ കൗമാരക്കാരിൽ ഇത് എത്തിപ്പെടുന്നത്? അല്ലെ എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഇതിൽ അഡിക്റ്റായി മാറാൻ കാര്യം? അതായത് കൗമാരക്കാർ ഇപ്പം മദ്യത്തിന് അടിമപ്പെടുന്നതിനും കുറച്ച് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിലെ രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ എന്നും മദ്യം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കതൊരു നോർമലായിട്ടുള്ള കാര്യം എന്നായിരിക്കും അവരുടെ ഉള്ളിൽ തോന്നും. അത് അവർ അനുകരിക്കാൻ ശ്രമിക്കും. അത് ഒരു വിഭാഗക്കാർ അങ്ങനെയാണ്. വേറൊരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ചില ഗ്യാങ്ങുകളുണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, നമ്മൾ ആണത്തം തെളിയിക്കാൻ വേണ്ടി മദ്യപിക്കണം, അങ്ങനെയൊക്കെ ആ ഒരു ടീനേജ് ആ ഒരു സമയത്ത്, അപ്പോൾ അവർ ആ കൂട്ടുകാരുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം കൊണ്ടോ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വിഭാഗക്കാരുമുണ്ട്. മറ്റൊരു വിഭാഗം ഇതൊന്നുമല്ല, ഇവർക്കിത് എടുക്കുമ്പോഴത്തേനും അവർക്ക് ഒരു ആഹ്ലാദ അനുഭൂതി അവർക്ക് കിട്ടുന്നു. അപ്പോൾ പലരും പറയുന്നതൊക്കെ ഒരു ആത്മവിശ്വാസം കിട്ടും എന്നുള്ളത്. അപ്പം ആ ഒരു എഫക്റ്റിന് വേണ്ടി ചിലർ മദ്യപിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ വേറൊരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ കൗമാരക്കാരിൽ കൂടുതൽ അവർക്ക് ഈ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ആരോടും കൂട്ടം കൂടി അവർ നിൽക്കത്തില്ല. അതായത് ഏത് നേരം അവർക്ക് ഉത്കണ്ഠയായിരിക്കും. അപ്പോൾ ഈ ഉത്കണ്ഠ മാറ്റാൻ വേണ്ടി കുറേ ആൾക്കാർ, ഈ കൗമാരപ്രായക്കാർ കുറേ ആൾ മദ്യപിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ ഒരുപാട് ഈ ഉത്കണ്ഠ മാറ്റാൻ വേണ്ടി മാത്രം മദ്യപിക്കും. അപ്പോൾ പക്ഷേ അവർക്ക് അറിയുന്നില്ല, ഇത് ആ സമയം മാത്രമേ ഇച്ചിരി ഉത്കണ്ഠ കുറക്കത്തുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇത് ഇരട്ടിക്കും. പക്ഷെ അവരത് അറിയുന്നില്ല സംഭവം. അവരുടെ വിശ്വാസം ഇത് മദ്യപിക്കുമ്പോഴത്തേനും അവർക്ക് ഉത്കണ്ഠ കുറയുന്നു, അവർക്കൊരു ധൈര്യം വരുന്നു, ആൾക്കാരോട് ഫേസ് ചെയ്യാനൊക്കെ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ലഹരി വസ്തുക്കൾ അവർ തുടങ്ങാൻ വേണ്ടി അവർ ഓരോ അവരുടെ കാരണങ്ങളായിട്ട് കാണുന്നത്. പല അമ്മമാർക്കും അറിയില്ല അവരുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ളത്. അപ്പം അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധയാണ് അവരിൽ ചെലുത്തേണ്ടത്? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ എന്നൊരു സൗമ്യനായി പ്രസന്നനായിരിക്കുന്ന മക്കൾ, അതായത് ഒരു കുഴപ്പമില്ല, അതായത് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ഒരു മോനാണെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഏത് നേരം വാതിലടച്ച് മുറിക്കുള്ളിൽ കുറേ നേരം ഇരിക്കുന്നു. വെളിയിലോട്ട് വല്ലപ്പോഴേ ഇറങ്ങുന്നുള്ളൂ, കഴിക്കാൻ മാത്രം ഇറങ്ങുന്നുള്ളൂ. വീട്ടുകാരുമായിട്ടുള്ള സംസാരവും ഇടപഴകലൊക്കെ കുറഞ്ഞു വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉറക്കത്തിന് ബുദ്ധിമുട്ട്, രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നു.
അതുകൂടാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം വരിക. അതായത് നമ്മൾ നോർമലായിട്ട് സാധാരണ വീട്ടിൽ പറയുന്ന കാര്യം ചിലപ്പോൾ അതൊന്ന് ചെയ്തതാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതൊന്ന് എടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന നോർമലായിട്ടുള്ള വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേനും അമിതമായിട്ട് അതിനെ റിയാക്ട് ചെയ്യുക. എന്തിനാണ് നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുക. പിന്നെ വിശപ്പ് കുറയുക. അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനോടുള്ള ആ ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് വെച്ച് കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിനോടുള്ള ഇത് കുറയുക. അതുപോലെ അമിതമായിട്ട് ക്ഷീണം കാണിക്കുക. ഏത് നേരം കിടപ്പന്നെയായിരിക്കും. അവർക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ആ ഒരു ഓവറായിട്ടുള്ളൊരു ക്ഷീണം കാണുക. പിന്നെ രാത്രി ഉറക്കമില്ല, രാവിലെ ഏത് നേരം കിടപ്പായിരിക്കും. പിന്നെ സ്കൂളിൽ പോകാൻ മടി, അതായത് പഠന കാര്യങ്ങളിലോട്ടൊക്കെ അതിലൊക്കെ അവർ പിന്നോക്കം വരിക. ഇപ്പോൾ സ്കൂളിൽ നമുക്ക് കംപ്ലയിൻറ്റ് വരും, അതായത് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഏത് നേരം ഉറങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ആരോടും സംസാരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ ലക്ഷണങ്ങൾ കാണുമ്പം ഇതൊക്കെ നമുക്ക് സംശയം ചെലുത്തുന്ന ലക്ഷണങ്ങളാണ്. ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് തീർച്ചയായും അത് ലഹരി വസ്തുക്കളുടെ അടിമത്വത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ വെച്ചാൽ കണ്ണുകളൊക്കെ ചുമന്നിരിക്കുക. അത് സാധാരണ നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുമ്പോഴത്തേനും രക്ഷിതാക്കളത് ഒരിക്കലും അത് നിസ്സാരവൽക്കരിക്കപ്പെടുകയോ അത് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കരുത്. എന്തെങ്കിലും അടുത്തുള്ള ഡോക്ടറെ എന്തായാലും കാണിക്കണം. കാരണം ഇത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴത്തേനും കൊച്ചിനെന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞത്. പക്ഷേ കുറേ കുട്ടികളുണ്ടല്ലോ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഒതുങ്ങി നടക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾ ലഹരിക്കടിമയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിലും ഈ പെട്ടെന്നുള്ള ദേഷ്യം, ഇറിറ്റബിലിറ്റി, അത് ഇപ്പോൾ കൂടുതലായിട്ടും ഈ സൈലൻ്റായിരിക്കുന്ന കുട്ടികളിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് വീട്ടുകാർ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ എന്ത് പറയാനും തിരിച്ചു പറയാത്ത ഒരു കൂട്ടരായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളടുത്ത് കുറേ ആൾക്കാരിങ്ങനെ വരുമ്പോൾ അവർ പറയും, ഒന്നും തിരിച്ചു പോലും പറയാത്ത ഒരു മോനായിരുന്നു, പക്ഷേ ഇപ്പം എന്ത് പറയുമ്പോൾ ദേഷ്യമാണ്, ദേഷ്യം കൂടി ചിലപ്പോൾ സാധനങ്ങളെടുത്ത് വലിച്ചെറിയും. അപ്പം അങ്ങനത്തെ ഒരു കുട്ടികളെ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. അവർ അപ്പം തന്നെ ഡോക്ടറെ അവർ സമീപിക്കുകയും ചെയ്യും. പക്ഷേ ആക്റ്റീവായിരിക്കുന്ന കുട്ടികളെ പൊതുവെ ആരും ഇങ്ങനെ കാണിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. അവന് ഓൾറെഡി ദേഷ്യം ഉള്ളതാണെന്ന് വിചാരിച്ച എല്ലാവരും അതൊന്ന് ആരും വലിയ കെയർ ആക്കത്തില്ല. പക്ഷേ ഈ സൈലൻ്റായ കുട്ടികളിലും കാണുന്നത് മെയിനായിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന ആ സ്വഭാവം, പിന്നെ ഈ ഉറക്കക്കുറവ്, പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം. പിന്നെ വേറെ എന്ന് വെച്ചാൽ അവരിപ്പം വലിയ ജോലി ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ കൗമാരക്കാരെ കാര്യം നമ്മൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ അവർ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലത്തേനാകുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നില്ല. പഠന കാര്യങ്ങളിൽ അതുവരെ കുഴപ്പമില്ലാണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ പഠനത്തിന് ആൾ പിന്നോക്കം വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുതിർന്നവരായിട്ടുള്ള കൂട്ടായിരിക്കും. അവരുടെ പ്രായക്കാരുമായിട്ടുള്ള കൂട്ട് ഉപേക്ഷിച്ച് കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സാധാരണ ഇപ്പം 5-6 മണിക്ക് തിരിച്ചു വരുന്ന ഒരു കുട്ടി ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആ സമയം കടന്ന് 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ കിടന്നു വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും അതും രക്ഷിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് മാനസികമായിട്ട് നമുക്ക് എങ്ങനെ പിന്തുണ നൽകാൻ കഴിയും? അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് അത് നമ്മുടെ തലച്ചോറിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അടിമപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. മാറ്റണം എന്ന് പറയുന്ന ചികിത്സ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ അതിന് മെനക്കെടേണ്ടി വരും. പക്ഷെ ആദ്യം തന്നെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ട് ആദ്യം തന്നെ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ചികിത്സിച്ച് മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരിങ്ങനത്തെ സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം കൂടുതലായിട്ട് അറിയുന്നിട്ട് ടീച്ചർമാരായിരിക്കും, സ്കൂളിലായിരിക്കും ഇവർ ഈ സ്വഭാവ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം വീട്ടിലിരിക്കുന്ന സമയം കുറവായിരിക്കും. അപ്പം മിക്കവാറും ടീച്ചേഴ്സായിരിക്കും രക്ഷിതാക്കളുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മോൻ ഇത്ര ദിവസം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾ ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കാതെ കാണുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, ഹോംവർക്കൊന്നും എഴുതുന്നില്ല
ഉഴപ്പാന്ന ഒരു രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾ ഡോക്ടറെ കാണിക്കണമെന്ന് അവർ പറയുമ്പോഴായിരിക്കും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വല്ല കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടുമ്പോൾ അതൊരിക്കലും നമ്മൾ തഴഞ്ഞു കളയരുത്. ചിലപ്പോൾ അത് ഒരു തുടക്കം ആദ്യത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും. കാരണം ഈ നമ്മൾ കഞ്ചാവൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അതിന് ഒരു 3 വിഭാഗക്കാരുണ്ട്. ആദ്യത്തെ വിഭാഗക്കാരെന്ന് വെച്ചാൽ ഇവർ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ഇവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഭയങ്കര നെഞ്ചിടിപ്പ് കൂടുക, ഒരു അസ്വസ്ഥതകളും, അതായത് ഒരു ബാഡ് ട്രിപ്പ് എന്നാണ് നാം പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുമ്പോഴത്തേനും ഇവരിത് ഉപയോഗിക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു പറന്ന് നടക്കുന്ന ഒരു പ്രതീതിയായിരിക്കും. അവർക്കൊരു നല്ലൊരു ആഹ്ലാദ അനുഭൂതി കിട്ടുന്ന വിഭാഗക്കാരായിരിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇവർക്ക് ഇത് അമിതമായിട്ടുള്ള വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അമിതമായിട്ടുള്ള മധുര സാധനങ്ങളോട് കഴിക്കാനുള്ള കൂടുതൽ ഒരു ആസക്തി ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോരുത്തരിപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ സിംറ്റംസ് അവർ കാണിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ ഈ ബാഡ് ട്രിപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമ്മൾ തീർച്ചയായും നമുക്ക് ശ്രദ്ധിക്കാൻ ആൾ അസ്വസ്ഥനായിരിക്കും, കുറച്ച് ദിവസത്തേക്ക് ആൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. അപ്പം അങ്ങനെ അതായത് ആദ്യത്തെ ഉപയോഗമായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഒരു മനോരോഗ വിദഗ്ധനെ ആയിരിക്കും കാണിക്കുന്നത് നല്ലത്. അപ്പോൾ അവർക്ക് അപ്പം തന്നെ ആദ്യത്തെ ഇതിൽ തന്നെ ചികിത്സിക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നമ്മൾ കാണാതെ, ഈ ലക്ഷണങ്ങളൊന്നും കാണാതെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ സംശയം പറയുമ്പോൾ നമ്മളത് അവരെ ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തഴഞ്ഞ് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ആ കുട്ടി അതിൽ അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ടേക്ക് എത്തും. അപ്പോൾ ആ ഒരു അവസ്ഥ എത്തുന്ന മുന്നേ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ അതായിരിക്കും നല്ലത്. ഡോക്ടർ പറഞ്ഞല്ലോ, എപ്പോഴും കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലായിരിക്കും. വീട്ടിൽ ഉണ്ടാവുന്ന സമയം വളരെ കുറവായിരിക്കും. ഇപ്പം ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അധ്യാപകർക്കും അല്ലെങ്കിൽ സ്കൂളിലെ ഉന്നത ആൾക്കാർക്കും എന്തൊക്കെ നടപടികൾ എടുക്കാൻ കഴിയും? ഇത് ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവരുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം ഉണ്ടാകും. അത് തീർച്ചയായും എന്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴത്തേനും അവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവത്തിനൊരു വ്യത്യാസം കാണും. അപ്പോൾ ടീച്ചേഴ്സ് ആകുമ്പോഴത്തേനും അവരെന്നും ഇടപഴകുന്ന കുട്ടികൾ, അവർക്ക് അറിയാം ഒരു കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മാറുമ്പോഴത്തേനും അവർക്കത് മനസ്സിലാവും. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൗമാര മെയിൻലി 8th 9th 10th ആകെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും ഇവരെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്ന കുട്ടി ഇങ്ങനെ, ഇന്ന കുട്ടി അങ്ങനെ എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരാളുടെ സ്വഭാവത്തിന് ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ അവർ വീട്ടിലെ രക്ഷിതാക്കളെ അറിയിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഈ എല്ലാ ലഹരി വസ്തുക്കൾ ഉപയോഗം തുടങ്ങുന്നത്. കാരണം അന്നേരം ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും കുട്ടികൾക്ക്, ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സമയമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ടീച്ചേഴ്സും ഭയങ്കര അലർട്ടായി ഇരിക്കേണ്ടി വരും. സ്കൂളിൽ അവരുടെ പെരുമാറ്റം എങ്ങനെ, അതായത് എന്നും പെരുമാറുന്ന, നമുക്ക് എന്നും കാണുന്ന ആൾ പെട്ടെന്ന് അയാളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ക്ലാസ്സിൽ എടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഉറങ്ങുക, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേനും അത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല അവിടെ ചോദ്യം ചെയ്ത് അവരോട് പ്രശ്നം ഉണ്ടാക്കി അത് അവിടെ നിന്ന് വഷളാക്കാതെ അവരോട് നന്നായിട്ട് സംസാരിച്ച് ചോദിക്കുകയോ, അവർ പറയാൻ സാധ്യത കുറവായിരിക്കും, എന്നാലും അവർ ഒന്ന് ചോദിച്ച് പറഞ്ഞ് ബാക്കി വീട്ടുകാരെയും കൂടി അറിയിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കാനുള്ള ഇത് അവർ ചെയ്യണം. സജ്ജീകരണം അവർ ചെയ്താൽ അത് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം മിക്കവാറും സ്കൂളിൻ്റെ പരിസരത്തൊന്നും ഇത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും സ്കൂളുകളിത് എല്ലാവരും ഒരു ഗ്യാങ്ങായിട്ട് ഷെയറൊക്കെ ഇട്ട് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനം എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിലാണ് കൂടുതലായിട്ടും. ഇപ്പോൾ വീട്ടിൽ രക്ഷിതാക്കൾ ബാക്കി വെച്ച് കുടിക്കുന്നത് അത് കാണുന്നത് കുറവാണ്. കൂടുതലായിട്ട് ഗ്യാങ് കാര്യങ്ങളാണ് തുടക്കം വരുന്നത്. അതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. കാരണം ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുകവലി ഇതൊക്കെ ഈ ബാക്കി ഡ്രഗ്സ് ഉപയോഗിക്കാൻ, ബാക്കി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പുകയില ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും നമുക്കിപ്പം അതിൻ്റെ കവറോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ വീട്ടിലായാലും. അപ്പോൾ നമ്മളതൊരിക്കലും നിരസിച്ച് പോരുത്. അതായത് കുഴപ്പമില്ല, ഇതൊരു പുകവലി വലിച്ചതല്ലേ എന്നൊക്കെ വിചാരിക്കരുത്. കാരണം ആദ്യം അതിലായിരിക്കും തുടങ്ങുന്നത്. പിന്നെ ഇത് പോയി അതിൻ്റെ ഒരു എഫക്റ്റ് തരുമ്പോൾ അത് അവർക്ക് മതിയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ടോളറൻസ് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാതെ വരുമ്പോൾ അവർ അടുത്ത
സാധനത്തിന് വേണ്ടി അവർ ഒന്ന് നോക്കും, പരീക്ഷിക്കും. അതിൻ്റെയും കൂടെ ഇത് കഴിയുമ്പോഴത്തേനും അവർ അതിനും വലിയ ഒരു സാധനമായിട്ട് അവർ പരീക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു ലഹരി വസ്തു വീട്ടിൽ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും നമ്മളത് നിസ്സാരമായി കാണരുത്. കാരണം ഇപ്പോഴത്തെ ഒരു പഠനങ്ങളനുസരിച്ച് കൗമാരക്കാർ കൂടുതലായിട്ട് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് തീരെ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. കൗമാരക്കാരിൽ തന്നെ ഇപ്പം മദ്യപാനം സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ആകാൻ അല്ലെങ്കിൽ പിന്നെയും അത് തുടരാൻ ചാൻസ് കൂടുതലുണ്ടോ? അതായത് മുതിർന്നവരാകുമ്പോഴത്തേനും അവരത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മദ്യത്തിന് അടിമപ്പെട്ടവർ മിക്കവരും തുടങ്ങിയിരിക്കുന്നത് ഈ കൗമാരപ്രായത്തിലാണ്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ 13-14 വയസ്സിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അത് മിക്ക ആൾക്കാരും അത് തുടർന്ന് പോകും. അവർ മുതിരുമ്പോഴത്തേനും ആ സമയം ഇവർ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ മദ്യപാനവും പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ചില ആൾക്കാർ വല്ലപ്പോഴും അല്ല എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെ വല്ല കൂട്ടുകാരുടെ അടുത്തൊക്കെ മദ്യപിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് നമുക്ക് അറിയാം. ഇവരെ നമ്മളെ സാമൂഹ്യ മദ്യപാനികളെന്ന് പറയും, അതായത് സോഷ്യൽ ഡ്രിങ്കേഴ്സ്, അത് വല്ലപ്പോഴും മദ്യപിക്കുന്നത്. പിന്നെ ഇതല്ലാതെ അതായത് പ്രോബ്ലം ഡ്രിങ്കേഴ്സ് ഉണ്ട്. അതായത് ഇവർ മദ്യപിച്ചാൽ ഇവർക്ക് ആരോഗ്യത്തിനുള്ള പ്രശ്നം, മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ആ ഒരു അവസ്ഥയെ നമ്മൾ ഭയങ്കര എന്താ പറയുക, ആ ഒരു അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പ്രോബ്ലം ഡ്രിങ്കേഴ്സ്. അപ്പോൾ ഈ പ്രോബ്ലം ഡ്രിങ്കേഴ്സ് തന്നെ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അയാളുടെ കരളിനൊക്കെ അസുഖം വന്നിരിക്കും. ഇപ്പോൾ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം വന്നിരിക്കുന്നുണ്ട്. ഇനി ഇച്ചിരി മദ്യം ഉള്ളിൽ ചെന്നാൽ തന്നെ അയാൾക്ക് അപകടമായിട്ട് തോന്നുന്ന കാര്യം. പിന്നെ വേറൊരാളെന്ന് വെച്ചാൽ മദ്യം കഴിച്ച് നേരത്തെ ചിത്തഭ്രമ ലക്ഷണങ്ങൾ, അതായത് സൈക്കോട്ടിക് സിംറ്റംസ്, ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് അതൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അദ്ദേഹത്തിനോടും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനി കുടിച്ചാൽ വീണ്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മദ്യം തൊടാനേ പാടില്ല എന്ന് അത്രയും കർശനമായിട്ട് പറഞ്ഞവർ. അപ്പം ഇവർ വീണ്ടും ഇത് മദ്യപിക്കുമ്പോഴത്തേനും അവരുടെ ആരോഗ്യത്തിനും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും അവർക്ക് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ഇവരെ നമ്മൾ പറയുന്നത് ഹാംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ എന്ന്, അതായത് അപകടകരമായ ഉപയോഗം, മദ്യത്തിൻ്റെ ഉപയോഗം. ഇവർക്ക് തീരെ ഇത് മദ്യം ഉപയോഗിക്കാൻ പാടുള്ളതല്ല, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുമുണ്ട്. പിന്നെ മറ്റേ വിഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് മദ്യത്തിന് അടിമപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഈ പ്രോബ്ലം ഡ്രിങ്കേഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് അവരുടെ ഇപ്പം അവർ വീണ്ടും ഈ മദ്യപാനം തുടർന്നാൽ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യ മദ്യപാനം എന്ന് പറയുമ്പോൾ അത് അവരുടെ പഠനങ്ങളിലോ അവരുടെ ജോലി സ്ഥലത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ഇടപഴകലിലോ ഒന്നും അത് അവർക്ക് ബാധിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഒരു പ്രശ്നമാണെന്ന് പറയാൻ പറ്റത്തില്ല. പലർക്കും മദ്യപാനം നിർത്തണം അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷേ അതൊരിക്കലും സാധ്യമാകാറില്ല. അതിനെന്താണ് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള ആൾക്കാർ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മദ്യപാനം നിർത്തുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒരാൾ നാളെ തൊട്ട് എന്നും മദ്യപിക്കുന്ന ഒരാൾ തീരുമാനിക്കുന്നു ഞാൻ നാളെ തൊട്ട് മദ്യപിക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴത്തേനും 2 ദിവസം ഈ 72 hours ഞാൻ പറഞ്ഞ 6 to 70 നിർത്തി കഴിഞ്ഞ് 6 to 72 hours ഈ പിൻവാങ്ങൽ ലക്ഷണം ആൾക്ക് വരുന്നു. അതായത് കൈകാല് വിറയ്ക്കൽ, ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ വീട്ടുകാരും ആളും വിചാരിക്കുന്നു ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ, മദ്യം നിർത്തുമ്പോഴാണല്ലോ പ്രശ്നം, അപ്പോൾ ഇയാൾ വീണ്ടും പോയി മദ്യപിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും അങ്ങനെ ഒരു മദ്യപാനം നിർത്തണം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധനെ തന്നെ പോയി കാണണം. കാരണം ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരുമ്പോഴത്തേനും അവർ ഓട്ടോമാറ്റിക്കലി വീണ്ടും കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് നിർത്താനുള്ള ആ ഒരു ഇത് പറ്റത്തില്ല. കാരണം ഈ സിംറ്റംസ് വരുമ്പോൾ അത് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ആൾക്ക്. അപ്പോൾ ആളത് എന്തായാലും പോയി വീണ്ടും മദ്യപിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രധാനമായിട്ടും അതെന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇതിൻ്റെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത്, ഇത് മദ്യം നിർത്തുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടാകും എന്നൊന്നും ആൾക്ക് അറിയുന്നില്ല. അപ്പോൾ ആൾ വിചാരിക്കുന്നത് നിർത്തുമ്പോഴത്തേനും ആൾക്ക് അസ്വസ്ഥത വരുന്നു, അപ്പോൾ അതെന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ആൾ മദ്യപിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം.
പിന്നെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി കുടിക്കാനുള്ള ടെൻഡൻസിയും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനോരോഗ വിദഗ്ധനെ കണ്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ പറയുന്ന കാലയളവിൽ ആ ഡോക്ടറെ പോയി കണ്ട് പറയുന്ന മരുന്നുകൾ കൃത്യസമയത്തൊക്കെ കഴിച്ചാൽ ഇത് മാറ്റാവുന്ന പ്രശ്നം തന്നെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം പോയപ്പോൾ അയാൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്നു, ഇനി ഞാൻ കുടിക്കൂല. അത് മിക്ക മദ്യം കഴിക്കുന്നവർക്കും അങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ആയാലും ആദ്യമൊക്കെ അവർക്ക് പറ്റത്തില്ല എന്നൊരു തോന്നലായിരിക്കും. പക്ഷേ ഒരു മാസം അവർ കണ്ടിന്യൂസ് കുടിക്കാതിരിക്കുമ്പോൾ അവർക്കൊരു തോന്നൽ, ഒരു കോൺഫിഡൻസ് വരും, ഇനി എനിക്ക് സ്വന്തമായിട്ട് പറ്റും എന്നുള്ളത്. പക്ഷേ നമ്മളത് പറഞ്ഞാലും അപ്പോൾ അവർ പറയില്ല എനിക്കത് തോന്നുമ്പോൾ നിർത്താൻ പറ്റും, ഇത് ഇതിന് മുന്നേ ഞാൻ നിർത്തിയിട്ടുള്ളത്. പക്ഷെ അന്നൊക്കെ നിർത്തിയിട്ടുണ്ടാവും, അതും ഈ ഒരു മാസം മാത്രമായിരിക്കും. അപ്പം നമ്മളിത് നിർത്തുമ്പോൾ നമ്മളിത് ആജീവനാന്തം നിർത്തണം, അങ്ങനത്തെ ഒരു ഘട്ടത്തിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അവർ തിരിച്ച് റിവ്യൂവിന് വരത്തില്ല. അപ്പോൾ റിവ്യൂവിന് വരാതിരിക്കുമ്പോഴത്തേനും വീണ്ടും അവരുടെ ബ്രെയിൻ അങ്ങനെ അത് കണ്ടീഷനായിരിക്കണം. ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്നും ഒരു കാര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് പ്രോസസ്സ് ചെയ്യും. അതായത് അതുമായിട്ട് ശീലമാവും. അപ്പോൾ അതിനും ഒരു ശീലം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തോളം നമ്മളിത് കൺട്രോളാക്കി വെച്ചാലേ നമ്മളെ തലച്ചോറ് ആ ശീലം മറക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇയാൾ വീണ്ടും മദ്യപിക്കുന്ന ഒരു സ്ഥലത്ത്, ഓരോ കൂട്ടുകാർ മദ്യപിക്കുന്ന സ്ഥലത്ത് പോയാലോ അല്ലെങ്കിൽ വല്ല പാല് കാച്ചിലോ അങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അവിടെ ആരെങ്കിലും കുടിക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾക്ക് ഒരു ക്രേവിങ്, ഒരു ടെൻഡൻസി വരും വീണ്ടും കുടിക്കാനുള്ളത്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് അതായത് സ്വന്തമായിട്ട് നിർത്താനുള്ള തീരുമാനമെടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കാത്തവരായിരിക്കാം. അല്ലാത്തവർ മിക്കവാറും ഇത് നിർത്തിയിട്ടുണ്ട്. മദ്യപാനം ചികിത്സ അവർക്ക് നിർത്താൻ മദ്യപാനത്തിനുള്ള അടിമത്തം അവർക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. മദ്യപാനം നിർത്തുന്നതിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ? എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? മദ്യം നിർത്താനുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാ ജില്ലാ ഹോസ്പിറ്റൽസിലും പിന്നെ മെഡിക്കൽ കോളേജസിലും പിന്നെ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ, ഇങ്ങനെ എല്ലാ ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമുള്ളതാണ്. അവർ അഡ്മിറ്റ് ആക്കേണ്ട കേസാണെങ്കിൽ അവിടെ അഡ്മിറ്റായി ചികിത്സിക്കേണ്ട സൗകര്യം അവിടെ കാണും. അല്ലാതെ OP മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിനുള്ള സൗകര്യം കാണും. കാരണം ഇന്ന സ്ഥലത്ത് എന്തായാലും ഒരു മനോരോഗ വിദഗ്ധൻ കാണും. കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഒരു മനോരോഗ വിദഗ്ധനെ തന്നെ കാണണം. അപ്പോൾ ഇന്ന പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ മെഡിക്കൽ കോളേജസിലാണെങ്കിൽ എല്ലാ അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവർ കൃത്യമായിട്ട് പറയുന്ന ദിവസം പോയാൽ അവരതിൻ്റെ ഉള്ള തെറാപ്പീസും പിന്നെ അതിൻ്റെ ഉള്ള കൗൺസിലിങ്ങൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിന് ഒരു വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലരുടെയും ജീവിതത്തെ ഇത് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരെ മാറ്റി നിർത്തുകയല്ല, കൂടെ കൂട്ടുകയാണ് വേണ്ടത്. ലഹരി വസ്തുക്കളും അതിൻ്റെ ദുരുപയോഗത്തെപ്പറ്റിയും ആൽക്കഹോൾ വിഡ്രോവലും അതിൻ്റെ പ്രതിവിധിയെ പറ്റിയും നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ ഷമീനയാണ്, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആറാട്ടുപുഴയിലെ ഡോക്ടറാണ്. മാഡത്തിന് നന്ദി പറയുകയാണ്.